അപ്പോൾ ഗൈസ്, അപ്പോൾ ഓണൊക്കെ ആയിട്ട് നല്ല അടിപൊളി പായസം ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി പായസം ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ക്യാരറ്റും സേമിയയും അതുപോലെ തന്നെ ചവ്വരിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ക്യാരറ്റ് ഉപയോഗിച്ചുള്ള പായസം എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ നെയ്യിലേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളത്ര ക്വാണ്ടിറ്റിയിലുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിൻ്റെയും ഒക്കെ അളവ് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടും. അത് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഒന്ന് റോസ്റ്റായി വരുന്ന ടൈമിൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ സെയിം നെയ്യിൽ തന്നെ കുറച്ച് ക്യാരറ്റ് ഒന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ അത് നമ്മൾ പായസത്തിനിടയ്ക്ക് കടിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, ഇതിങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ സോട്ട് ചെയ്തിട്ട് കുറച്ച് ടൈം കഴിഞ്ഞാൽ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരറ്റ് കടിക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം വല്ലാണ്ടൊന്നും വഴറ്റിയെടുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് എടുത്താലും മതി. അപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാത്രത്തിൽ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് വേമസല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനൊന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് ചേർത്തതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തിട്ടുള്ള വേമസല്ലി ആണെന്നുണ്ടെങ്കിൽ നെയ്യിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇത് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വേമസല്ലിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലേക്ക് എല്ലാം നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ വേമസല്ലിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തരികളൊക്കെ ചെറുതായിട്ട് അവിടെ എവിടെയും കിട്ടുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനി നമ്മളിതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പാലൊന്ന് ചൂടായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമെന്നുള്ള രീതിയിൽ 2 ടേബിൾ സ്പൂൺ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചവ്വരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളായിരുന്നു, ചുടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. ഞാൻ ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പാലിൽ നല്ല രീതിയിലൊന്ന് തിളച്ച് ഈ ചവ്വരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണം. പിന്നെ നമ്മൾ ഇതേ സമയം തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർക്കണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് പകരം ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല തിളച്ചിട്ട് നമ്മുടെ ചവ്വരിക്ക് ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള വേമസല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ നൈസായിട്ടുള്ള വേമസല്ലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വേവിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഉടഞ്ഞു പോവും. അപ്പോൾ ഒന്ന് തിളച്ചാൽ മതി. ഈ വേമസല്ലി ഇട്ടിട്ട് ഒന്ന് തിളച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ വേമസല്ലിയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്താണ് നമ്മൾ ക്യാരറ്റ് പുഴുങ്ങിയിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒഴിച്ചിട്ട് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുള്ളതാണ്. അത് നല്ല രീതിയിൽ ഇതിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പം ഞാൻ ഏകദേശം ഒരു 4 അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 ആയാലും 3 ആയാലും ഒക്കെ അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരുത്താം. ഞാനിവിടെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതുകൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ 2 കാര്യങ്ങൾ ഞാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഏലക്കയുടെ പൊടി, അത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും നമ്മൾ ഫസ്റ്റ് സേമിയൊക്കെ തിളപ്പിക്കുന്ന ടൈമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനത് ഇടാൻ വിട്ടു പോയത് കാരണം ഈ ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതി. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കിയാൽ നല്ലൊരു അടിപൊളി ഫ്ലേവറുള്ള പായസം റെഡിയായി കിട്ടും. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം സിനു ഷംസി.